നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ ഉണ്ടാക്കിയ ചായ കുടിച്ചിട്ട് മോള് ഉഷാറായില്ലല്ലോ. ചായ അല്ല ശാരദാമ്മേ പ്രശ്നം. ജീവിതത്തിൽ നമുക്കിഷ്ടമില്ലാത്ത ചിലതൊക്കെ കുടിച്ചിറക്കാൻ നിർബന്ധിതരാകാറില്ലേ? അതിന്റെ ഒരു വിമ്മിഷ്ടം മുഖത്ത് പ്രതിഫലിക്കുന്നതാ. ഒരു കല്യാണാലോചനയുടെ മണം അടിക്കുന്നുണ്ടല്ലോ മോളെ. അച്ഛന്റെ സംസാരത്തില് ഞാനത് ശ്രദ്ധിച്ചതാ. നമ്മൾ എന്തൊക്കെ പുരോഗമനം പറഞ്ഞാലും പെൺമക്കൾ എന്നും അച്ഛന്റെ അമ്മയുടെയും നെഞ്ചിലെ തീയ. ചെയ്യേണ്ട പ്രായത്തിൽ തന്നെ ചെയ്യേണ്ടത് ചെയ്യണം. വിശ്വസിക്കാവുന്ന ഒരാണിന്റെ കയ്യില് പെൺകുട്ടിയെ പിടിച്ചേൽപ്പിച്ചാൽ അച്ഛനമ്മമാരുടെ പകുതി ഭാരം ഒഴിഞ്ഞു. അങ്ങനെ ഒരിക്കൽ പിടിച്ചേൽപ്പിച്ചതാ. ഭാരം ഒഴിഞ്ഞില്ല, കൂടിയതേ ഉള്ളൂ. അതെന്ത് പറ്റി? അയാൾക്ക് സ്ത്രീകളോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അച്ഛനമ്മമാരുടെ നിർബന്ധത്തിൽ കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി ചെയ്ത വിവാഹം. എന്നിട്ട് കുടുംബത്തിന്റെ മാനമൊന്നും രക്ഷപ്പെട്ടില്ല ശാരദാമ്മേ. ഞാൻ അയാളുടെ മുഖത്തടിച്ചിട്ട് ഇറങ്ങി പോന്നപ്പോ നാട്ടുകാര് മൊത്തം വിവരം അറിഞ്ഞു. ആകെ നാണം കെട്ട് നാറി. അന്ന് മുതൽ അച്ഛനമ്മയും തുടങ്ങിയതാ രണ്ടാം കല്യാണത്തിനുള്ള ആലോചന. എന്തു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും മോളയാളുടെ മുഖത്തടിക്കേണ്ടിയിരുന്നില്ല. എന്തായാലും കഴുത്തില് താലി കെട്ടിയ ആളല്ലേ. കഴുത്തിൽ കെട്ടിയ താലിക്ക് മാത്രമായിട്ട് എന്താ ശാരദാമ്മേ വില? ആണും പെണ്ണുമായിട്ട് ഭാര്യാഭർത്തൃ ബന്ധമോ സ്നേഹമോ ഇല്ലെങ്കിൽ താലിയുടെ പവിത്രതയും പറഞ്ഞ് ജീവിതം തൊലയ്ക്കണോ? എനിക്കുണ്ട് ഇതുപോലൊരു മോള്. അവള് പറയുന്നത് എനിക്കും മനസ്സിലാവില്ല, ഞാൻ പറയുന്ന അവക്കും മനസ്സിലാവില്ല. എനിക്കും ഉണ്ട് ഇതുപോലൊരമ്മ. എന്താ ശാരദാമ്മേ മോളുടെ പേര്? ശാരിക. കക്ഷി ഭർത്താവുമായി പിരിഞ്ഞോ? പിരിഞ്ഞിട്ടില്ല. പക്ഷെ അവളുടെ കയ്യിലിരിപ്പ് വെച്ച് മിക്കവാറും ഉടനെ പിരിയേണ്ടി വരും. പിരിയട്ട് ശാരദാമ്മേ, എന്റെ വക ഫുൾ സപ്പോർട്ട് ഉണ്ടാകും. ഇപ്പൊ ഇതുപോലത്തെ ധീരമായ പെൺകുട്ടികളുടെ എണ്ണം കൂടി വരികയാ. കേരളത്തിൽ മൊത്തമുള്ള ഇതുപോലത്തെ പെൺകുട്ടികളെ ഒരുമിപ്പിച്ച് ഒരു സംഘടന ഉണ്ടാക്കിയാലോ എന്നാ ഇപ്പോഴത്തെ എന്റെ ആലോചന. മോളിപ്പോ സംഘടനയൊന്നും ഉണ്ടാക്കാൻ നിക്കണ്ട. അച്ഛനും അമ്മയും പറയുന്ന ചെറുക്കനെ കല്യാണം കഴിച്ച് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. പരിഗണിക്കാവുന്നതാണ്. വരുന്ന കക്ഷി എങ്ങനെയുള്ള ആളാണെന്ന് ആദ്യം നോക്കട്ടെ. മോളെ, എന്നാ ഞാനിവിടെ ഇറങ്ങിക്കോളാം. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ. മൂക്ക് അതുവഴിയല്ലേ പോണ്ടത്. ശാരദാമ്മയുടെ മോള് ശാരികയെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പൊ സമയമില്ല. പേഷ്യൻസ് കാത്തിരിക്കുന്നുണ്ടാവും. പിന്നീട് ഒരിക്കലാവാം. ആയിക്കോട്ടെ മോളെ. ശരി ശരി. ബൈ. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഒരു കാര്യം. ഇപ്പൊ ഞാൻ നിന്റെ മുഖത്ത് പരസ്യമായി 2 പൊട്ടിച്ചാലും കണ്ടു നിൽക്കുന്നവരെ എന്നെയെ പിന്തുണയ്ക്കൂ. നീ എന്റെ അടുത്ത് എന്തെങ്കിലും കൊള്ളരുതായ്മ ചെയ്തെന്നേ അവര് കരുതൂ. ഞാനൊന്ന് വാ തുറക്കുകയോ കരയുകയും കൂടെ ചെയ്താ വരുന്നവരും പോകുന്നവരും ഒക്കെ നിന്നെ പഞ്ഞിക്കിടും. പകരം നീയാ എന്നെ കൈവയ്ക്കുന്നെങ്കിൽ സ്ക്രീനിലൊരു വാണിംഗ് കാർഡ് വരും. സ്ത്രീകളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നത് ശിക്ഷാർഹമാണെന്ന്. എന്താ എന്താ ഇവിടെ എന്താ നിങ്ങളെ പ്രശ്നം? എന്താടാ? ഏയ് ഒന്നുമില്ല സാർ, ഞങ്ങൾ വെറുതെ. മര്യാദയ്ക്ക് നിന്നോണം. ഇതാടാ കേരളം. അബലകളായ സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാടി നിയമം, അല്ലാതെ നിന്നെ പോലെയുള്ള രാക്ഷസികൾക്ക് വേണ്ടിയല്ല. നിയമം എല്ലാവർക്കും ഒരുപോലെ രോഹിത്. കോടതി എന്നെ വെറുതെ വിട്ട് കഴിയുമ്പോ രാക്ഷസിന്നും രക്തരക്ഷസിന്നും എന്നെ വിളിച്ച് ആക്ഷേപിച്ച നിന്നെ കൊണ്ടൊക്കെ ഓരോന്നിനും കണക്ക് പറയിക്കും ഞാൻ.
എന്നെ മുറിയിൽ പൂട്ടിയിട്ടതിനും പട്ടിണിക്കിട്ടതിനും ഒക്കെ. നിന്റെ തള്ള ചത്തുമലിച്ച നന്നായി. അല്ലെങ്കിൽ അവരും വന്ന് കിടക്കേണ്ടി വന്നേനെ ജയിലിൽ. എടി ഉം. നേരത്തെ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. തൊടില്ല എന്നെ നീ. തൊട്ടാ കേസ് വേറെയാ. നിന്നോട് ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ളതാ, സുസ്മിതയുടെ അശ്വമേധത്തിന് തടയിടാൻ പോകുന്ന ഒരാള് ഇനിയും ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ലാന്ന്. ഇതിനെ വിളിക്കേണ്ടത് അശ്വമേധമൊന്നുമല്ല, ചതിയെന്നാ. പ്രീതിയെ മയക്കുമരുന്ന് കൊടുത്ത് വീഴ്ത്തിയതിന്റെ അഹങ്കാരവും ആത്മനിർവൃതിയുമാണല്ലോ നീ ഇപ്പൊ കാണിക്കുന്നതൊക്കെ. എന്റെ എന്തെങ്കിലും കുഴപ്പമാണോന്നറിയില്ല. അതിലെനിക്ക് ഒരു തെറ്റും തോന്നുന്നില്ല. ഛേ, ജയിക്കാൻ വേണ്ടി ചതിയും ആയുധമാക്കാന്നാ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും പക്ഷത്തെ വിജയമല്ലടി ധർമ്മം ജയിക്കാൻ. ആ ധർമ്മം ഇന്ന് ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നീ ധർമ്മവും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? ഞാൻ അവക്ക് കൊടുത്ത ഡ്രഗ് എന്താണെന്ന് അറിഞ്ഞിട്ട് വേണ്ടേ അതിന് ആന്റിഡോസ് കൊടുക്കാൻ? കോടതിയിൽ പ്രീതിക്ക് ഇനി മൊഴി കൊടുക്കാൻ വേറൊരു അവസരം കിട്ടില്ല രോഹിത്. 48 മണിക്കൂർ അവക്ക് സുഖനിദ്ര, ശുഭരാത്രി. ഇവളിങ്ങി പോന്നോ? അപ്പൊ ഹോസ്പിറ്റലിൽ ആരാ പ്രീതിക്ക് കൂട്ടി നിൽക്കുന്നേ? പ്രീതി, പഞ്ചകൈലാസത്തിൽ നടന്നതെല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇന്നലെ കഴിഞ്ഞതുപോലെ നല്ല വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. ഈ നിൽക്കുന്ന രോഹിത്തിനെ ഇവള് കൊക്കയിലേക്ക് തള്ളിയിട്ടതും, വീഴാതെ വിളുമ്പി പിടിച്ചു കിടന്നപ്പോ മടം വിട്ട ചെരുപ്പ് കൊണ്ട് കൈവിരലുകൾ ചവിട്ടി വേർപെടുത്തി മരണക്കയത്തിലേക്ക് തള്ളിയതും, പിന്നെ പാതി ബോധത്തിൽ പാറപ്പുറത്ത് വീണ് കിടന്ന എന്റെ തല കല്ലിന്മേൽ വീണ്ടും വീണ്ടും ഇടിച്ചതും എല്ലാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.